புதப்புக்குள்ளே போராட்டம் என்னமோ நடக்குது, பார்க்கலாம். ജിസേൽ ജിസേൽ 25 മൂവീസ്, 25 സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 7. വട്ടം വിട്ട് ആക്രമിക്കുന്ന കഴുകന്മാർക്കിടയിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന അനുമോൾ. അനുമോളാണല്ലോ ഇപ്പൊ കണ്ടന്റ്. ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണ്. അകത്തും കണ്ടന്റ്, പുറത്തും കണ്ടന്റ്. അതൊരു കഴിവ് തന്നെയാണ്. എന്താ വെച്ചാൽ ഈ ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം, ആലോചിക്കാൻ കഴിവില്ലാത്ത, എന്നാൽ ഞങ്ങളെല്ലാം ഭയങ്കര ആൾക്കാരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, ഞങ്ങൾ കളിക്കുന്നതാണ് കറക്റ്റ് ഗെയിം എന്ന് പറഞ്ഞ് ഇമാജിൻ ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാർ അതിനകത്തുണ്ട്. അവരെല്ലാം കൂടി വട്ടം കൂടി കഴുകന്മാരെ പോലെ ആക്രമിക്കുന്നു അനുമോളെ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ എനിക്ക് തോന്നുന്നു അകത്തിരിക്കുമ്പോൾ ഇവരുടെ എല്ലാം തോന്നൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്ത് കളിക്കുന്ന അനുമോളെ വെളിയിൽ എല്ലാവരും വെറുക്കുന്നു എന്നുള്ളതാണ്. ബിഗ് ബോസ് തുടക്കം മുതലേ കണ്ടവർക്കറിയാം, ഒറ്റപ്പെട്ട് കളിക്കണമെന്ന് ഒരിക്കലും അനുമോൾ അവിടെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇവര് കാരണമാണ് അനുമോൾ ഒറ്റപ്പെട്ടു പോയത്. പിന്നെ ആ ഒറ്റപ്പെടലിനെ ഒരു സ്ട്രാറ്റജി ആക്കി അകത്തുള്ളവർ കാണുമ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അനുമോളുടെ ഈ കരച്ചില് ഇതൊക്കെ വരുന്നു കഴിയുമ്പോഴത്തേക്ക് വെളിയില് അനുമോള് എക്സ്പോസ് ആയി, അല്ലെങ്കിൽ അനുമോളുടെ റിയൽ ക്യാരക്ടർ ഇതല്ല, അനുമോൾ ഫേക്കാണെന്നൊക്കെ വെളിയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും അനുമോളെ കയറി അങ്ങ് ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ 4 ആഴ്ച ആയല്ലോ. അപ്പൊ ഇങ്ങനെ അക്ബറിനെയും അപ്പാനിയെയും റെനയെയും ഈ ബിന്നിയെയും പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കും. എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് വെളിയിൽ സപ്പോർട്ട് കൂടുതലാണല്ലോ, അതുകൊണ്ടാണല്ലേ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇന്നലെ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവരോട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, നിങ്ങൾക്ക് വെളിയിലും ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ഗെയിമിനെ പേഴ്സണലായിട്ട് എടുക്കരുത്. നിങ്ങൾ ഇവിടെ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലാണെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഇരുന്ന ഒന്നിന് പോലും, 1-2 പേർക്ക്, എനിക്ക് തോന്നുന്നു ഷാനവാസിനൊക്കെ മനസ്സിലായിരിക്കാം, അതിനെപ്പറ്റി ഒന്നും അവിടെ സംസാരിക്കുന്നത് കേട്ടില്ല, 1-2 പേരൊഴികെ ഒരാൾക്കും ബൾബ് കത്തിയില്ല എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം പേഴ്സണലായിട്ട് എടുത്ത് കളിക്കും, പേഴ്സണലായിട്ട് വൈരാഗ്യം വെച്ച് കളിക്കുന്നു. എന്തുകൊണ്ടാണ് അനുമോളെ ഇവരെല്ലാം വട്ടം കൂടി ആക്രമിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ജിസേലിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജിസേലിനെ പറയുന്നത് പോലെ അനുസരിച്ച് ഈ പാവാടകളെല്ലാം അവിടെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു. അനുമോളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ജിസേലിന്റെ മേക്കപ്പ് സെറ്റുകൾ കണ്ടുപിടിച്ചു. അത് ലാലേട്ടൻ അത് പറയുകയും ചെയ്തു, അനുമോളാണ് കണ്ടുപിടിച്ചതെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പോലും ഇവർ ജിസേലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അനുമോളോട് അത്രമാത്രം വൈരാഗ്യം ഇവരുടെ മനസ്സിൽ ഉണ്ട്. അതും ഒരു ജിസേലിന് വേണ്ടിയാണ് ഇവരുള്ള ആൾക്കാരെല്ലാം അനുമോളെ ശത്രുവാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ശത്രുതയില്ല. സിംഗിൾ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അപ്പാനിയുമായിട്ടോ അല്ലെങ്കിൽ അനുവുമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അക്ബറും അനുവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ ഫാത്തിമയും അതുപോലെ അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിന്നിയും അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ കളിക്കുന്ന ഓരോരുത്തരെ എടുത്ത് നോക്കിക്കോളൂ. അവരുമായിട്ട് അനുമോൾക്ക് എന്താണ് വിഷയം? അനുമോൾക്ക് വിഷയം ജിസേലിന്റെ വിഷയം വരുമ്പം ഇവരെല്ലാം അത് ഏറ്റുപിടിക്കുന്നു. ഇതാണ് ഇവരെ അനുമോളെ ഒരു റാണിയായിട്ട് വാഴിക്കാൻ പോകുന്നതിന്റെ ചുരുക്കം. ബിഗ് ബോസിന്റെ ഒരു റാണി എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗിലേക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ പോയാൽ അനുമോൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവർക്കെല്ലാം എന്താണ് ഈ പറയുന്ന അനുമോളോട് വൈരാഗ്യം തോന്നാൻ കാരണം എന്ത്? ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നില്ലല്ലോ, സിംഗിൾ ഗെയിം കളിക്കുന്നില്ല, ആരോടും സിംഗിൾ ആയിട്ട് വൈരാഗ്യമില്ല. പക്ഷെ ഇവർക്കെല്ലാം ജിസേലുമായിട്ടുള്ള വഴക്കിനെയാണ് ഇവരെല്ലാം അവരവരുടെ പേഴ്സണൽ ഇതായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് ജിസേലിന് വേണ്ടിയിട്ട് അനുമോളോട് യുദ്ധം ചെയ്യുന്നു. ഈ കണ്ടുകൊണ്ട് വെളിയിലിരിക്കുന്ന നമ്മളെല്ലാം പൊട്ടന്മാരാ. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഗെയിം മൊത്തവും കളഞ്ഞ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ പാവാട വള്ളികൾ എന്നേ ഞാൻ പറയൂ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസമാണ് അപ്പാനി ശരത്ത് പറഞ്ഞത്, ഞാൻ 25 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ജിസേൽ ഞാൻ 25 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ജിസേൽ. അനുമോൾ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല, അനുമോളെ നടിയെന്ന് പറയരുത്. ഉടനെ റെന അവിടെ നിന്നോണ്ട് പറയുന്നുണ്ട്, ചെറിയ ശീരിയില്ലെങ്ങാണ്ട് അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട്. എന്തായാലും അനുമോള് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് നമ്മളുടെ ആസിഫ് അലിയുടെ കൂടെയാണ്. ഓക്കെ, എന്തായാലും ഞാൻ അതുകൂടെ കാണിക്കാം, അതിന്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാം, അതുപോലെ അവർ പറയുന്നതും കൂടി നമുക്ക് കേൾക്കാം. ഇന്നലെ എന്താണ് അപ്പാനി ശരത്ത് പറഞ്ഞത്, സൂപ്പർ സ്റ്റാർ അപ്പാനി ശരത്ത് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതുപോലെ കേടുകെട്ട ഒരുത്തൻ നല്ല ആക്ടറാണ്. Don't ever mention her as an actress, please. That is an insult for all the actors out there. അക്ബർ അവിടെ നിന്ന് പറയുന്നത് കേൾക്കണം. നിങ്ങൾ എല്ലാ ആക്ട്രസിനെയും ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ജിസേൽ നിങ്ങൾ പറയുന്നത്. ജിസേൽ പറയുന്നുണ്ട് നല്ലൊരു ആക്ടർ ആണ് എന്നാണ് ജിസേൽ പറയുന്നത്, അവര് വലിയൊരു ആക്ടർ ആണെന്ന് തോന്നുന്നു എന്നാണ് ജിസേൽ പറയുന്നത് അനുമോളെ കുറിച്ച്. ഉടനെ അക്ബർ പറയാണ്,
എല്ലാ ആക്ട്രസിനെയും നിങ്ങൾ അപമാനിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. അതൊരു ആക്ട്രസേ അല്ല, ആക്ടറേ അല്ല, ഒരു ആക്ട്രസേ അല്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ അവിടെ നിന്നുകൊണ്ട് അപ്പാനി അതെ അതെ യെസ് യെസ്. Don't ever. സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. She's not even acted. So then what is she doing? ജിസേൽ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. അനുമോൾ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ ഇതിന് താഴെ കാണുന്നത് അനുമോൾ അഭിനയിച്ച ഒരു സിനിമയാണ്. She's a serial actress. ചെറിയ ചെറിയ സീരിയലുകള്, ഒരു ഷോ ഉണ്ട്, There is one show. കോമഡി ഷോ. Comedy show. It's a kind of game show. അത് Fun and game show. Acha. അതിന് ആങ്കർ ആണ്. ചെറിയൊരു സീരിയൽ ഉണ്ട്, ചെറിയൊരു ഗെയിം ഷോ, അതില് അഭിനയിച്ചു. അതിലാണ് അനുമോള് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ സിനിമയിലൊന്നും അല്ല, സിനിമയിലല്ല. എടോ അപ്പാനി, എടാ കുപ്പാനി, നിന്നെ ഇനി അങ്ങനെ വിളിക്കത്തുള്ളൂ. നിനക്ക് എന്തോ ബഹുമാനമാടേ, നിനക്ക് ബഹുമാനത്തിന്റെ ആവശ്യമേ ഇല്ല. എന്ന് വെച്ചാൽ നീ ഒരു സൂപ്പർ സ്റ്റാർ സരോജ് കുമാറാന്ന് പറഞ്ഞ് നടക്കുന്നവനാ. നിനക്ക് ബോധം പൊക്കണോ ഇല്ലാതെ നടക്കുവോ? അതുകൊണ്ട് നിന്നെ ഇനി അങ്ങനെ വിളിക്കത്തുള്ളൂ കുപ്പാനി. എടാ കുപ്പാനി, ആ ഒരു സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടി ജനലക്ഷങ്ങളുടെ മനസ്സിലുള്ള പരിപാടിയാണ്. ആ പരിപാടി കൂടെയാണ് അനുമോള് ഹിറ്റായത്. എന്നുവെച്ചാൽ നിന്നേക്കാൾ, നീ പറയുന്ന കുപ്പാനിയേക്കാൾ ആൾക്കാർ അറിയുന്നതും ഫേമസും ഈ പറഞ്ഞ അനുമോള് തന്നെയാണ്. എടാ മണ്ട, നീ മരമണ്ടനായി പോയി. നിന്റെ കൂടെ ഇരിക്കുന്നവൻ അതിലും വലിയ മണ്ടൻ. No, player. A player, a gamer. അതത്ര വലിയ കാര്യമല്ല. അതിലൊരു ആക്ടർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് രേണാ ഫാത്തിമ അതുകൊണ്ട് നോ പ്ലെയർ അവക്ക് അതുപോലും പറ്റാത്ത ഒരാളാണ് ഈ രണ. എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത്? ആ കഥയൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഇനി നമുക്ക് പറയണ്ട. ഈ രണയെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ എന്ത് പറയാനാ അതിനകത്ത്? The game is like a, balloon. ജിസേൽ partner. 25 സിനിമ ഞാൻ അഭിനയിച്ചു. 25 മൂവി. 25 പടം ഇറങ്ങാൻ പോകുന്നു. ജിസേൽ 25 മൂവീസ്, 25 സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. സ്വയം പുകഴ്ത്തുന്നവൻ, സ്വയം പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഞാൻ 25ഓളം സിനിമകൾ അഭിനയിച്ചെന്ന്. ഇവിടെ 1, 2 ഒരു സിനിമയിലെ ഒരു പാട്ടിന്റെ ബലത്തില് ആ ഒരു പാട്ട് ഹിറ്റായതുകൊണ്ട് ആ പാടിയവന്റെ കഴിവ്, അതുകൊണ്ട് നിന്നെ കുറച്ച് പേര് ശ്രദ്ധിക്കുന്നു. പിന്നെ അങ്കമാലി ഡയലീസിലെ ഒരു അഭിനയം, അത് നീ ആ നായകനൊന്നും അല്ലല്ലോ, നീ കാരണമൊന്നും അല്ലല്ലോ ആ സിനിമ വിജയിച്ചത്. ആ സിനിമയുടെ കഥയും ആ സിനിമയുടെ കഥയൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ വിജയിച്ചത്. അല്ല നിന്നെ കണ്ടുകൊണ്ടൊന്നും അല്ല ആ സിനിമ വിജയിച്ചത്. എന്നിട്ട് 25 ഫിലിംസ്. ഓ ജിസേൽ 25 ഫിലിംസ്. ഓ ജിസേൽ ഇങ്ങനെയുണ്ടോ പാവാട വള്ളികള്? വേറൊരു പാവാട വള്ളി അപ്പുറത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അനുമോള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അനുമോളെ കൂടുതൽ പേർക്കും അറിയുന്നത് ഈ ഒരു സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടിയും അങ്ങനെയുള്ള സീരിയലുകളൊക്കെ കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നവർ കൂടുതലും ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ ചെയ്തിട്ട് പോയാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അല്ലെങ്കിൽ ചെറിയൊരു സീനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ ആൾക്കാര്. അത് 1, 2 സിനിമ കൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടത്തില്ല. അങ്ങനെ രക്ഷപ്പെടാണെങ്കിൽ അപ്പാനിയൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. അപ്പാനിയൊക്കെ 25 സിനിമ ചെയ്യുമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല 25 സിനിമ ഒക്കെ ഏതാണെന്ന് പോലും. അതിനകത്ത് ഈ പറഞ്ഞ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, എന്തൊരു ആട്ടെ. അതേപോലെ ഒരു നടിയാണ്, അതേ പ്രൊഫഷൻ ആണെന്ന് ഓർക്കണം. ഇവരെല്ലാം ഒരു നടന്മാരും നടിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ പറഞ്ഞാലും നടിയാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പാനിയേക്കാൾ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടി തന്നെയാണ് ഈ പറയുന്ന അനുമോള്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അനുമോളുടെ പേഴ്സണൽ തിങ്സ് എന്ന് വെച്ചാൽ ഒരു കവർ ഉൾപ്പെടെ കാണാതായിരുന്നു. ആ കാണാതായിരുന്നപ്പോൾ ആ സമയത്ത് അനുമോളാണെങ്കിൽ അവിടെ രാത്രി തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആര്യനോട് പോയി ചോദിക്കാൻ വേണ്ടി ഗിസേലിന്റെ ബെഡിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ നടന്നു. പുതപ്പുക്കുള്ള പോരാട്ടം എന്നമോ നടക്കുന്നത് പാക്കലാം. ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. പോയെ എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണം, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കാം, എന്റെ കിറ്റ് എടുത്താ? ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. ഇന്നലെ രാത്രി ഞാനിത് കണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നില്ല. ബിഗ് ബോസ് തന്നെ വെട്ടിക്കളഞ്ഞതായിരിക്കാം. പിന്നെ ബാക്ക് ക്യാമറയിൽ നിന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ നടന്നില്ലായിരിക്കാം, എന്തോ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തവും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സീൻ കാണുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും ജിസേലിനെ വിട്ട് ആര്യം പോത്തില്ല, ആര്യനെ വിട്ട് ജിസേലും പോത്തില്ല. അവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഒക്കെ ഉള്ളത്. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ ഗെയിം ആയിരിക്കാം. എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് കാണിച്ചത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അനുമോളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും. ഫാമിലി പ്രേക്ഷകരാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ അനുമോൾക്കാണ് സപ്പോർട്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്.
വേറെ ആരും അവിടെ കണ്ടന്റ് ഇല്ലല്ലോ, അനുമോള് മാത്രമല്ലേ ഉള്ളൂ കണ്ടന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ വട്ടം ചുറ്റി ഇത്രയും പേര് ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് അനുമോൾക്ക് ഉണ്ടാവും. പക്ഷേ അനുമോൾ ഇങ്ങനെ വട്ടം ചുറ്റി ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്ത് കളിക്കണമെന്നോ പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല. അനുമോളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അനുമോളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. അനുമോൾക്ക് കരയേണ്ട സമയത്ത് കരയും, ഇമോഷണൽ മനുഷ്യനെ കരയേണ്ട സമയത്ത് കരയും. അതുപോലെ തന്നെ അവരെ ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അനുമോളുടെ ഒറിജിനൽ ക്യാരക്ടർ ഇത് തന്നെയാണെന്ന്. അനുമോളെ ചൊറിയാൻ പോകുമ്പോൾ അനുമോളെ തിരിച്ചു ചൊറിയും. എന്താന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം കണ്ടന്റ് എന്ന് പറയുന്ന അനുമോളാണ്. പക്ഷെ അനുമോളെ ചൊറിഞ്ഞു ഇവർ പോകും തോറും ഈ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നവർ നെഗറ്റീവ് ആകുന്നു എന്ന് ഇവരാരും കരുതുന്നില്ല. ഇവരെല്ലാം വിചാരം ഇവർ അവിടെ നിന്നുകൊണ്ട് ഈ നുണ പറയുന്നതും കൊതി പറയുന്നതും ഒക്കെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ അനുമോളെ കൂടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് കളിയാക്കി അല്ലെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ അനുമോൾക്ക് വലിയ സപ്പോർട്ടൊന്നും വെളിയിലില്ല. അനുമോൾ നെഗറ്റീവ് ആണ് എന്നാണ് ഇവരുടെ എല്ലാം മനസ്സിലെ വിചാരം. പക്ഷെ ഇവരാരും ഓർക്കുന്നില്ല, ഇവര് കാരണം എല്ലാവരുടെ മനസ്സിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും റാണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഒരു റാണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അനുമോള്. ഇന്ന് വരെയുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് വരെ പല ബിഗ് ബോസ് ഷോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സീസൺ മുതൽ കാണുന്ന ആളാണ് ഞാൻ. ഈ സീസൺ വരെ ഞാൻ ഇതിനെല്ലാം വിലയിരുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ കണ്ടിടത്തോളം ബിഗ് ബോസിലെ ഒരു റാണിയാകാൻ എന്തുകൊണ്ടും യോഗ്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അനുമോള് തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. അവിടെ വേറെ ആർക്കും ഗെയിം ഇല്ല. അനീഷിന്റെ ഗെയിം അതോടെ കഴിഞ്ഞു. അനീഷിന് ഇപ്പൊ വലിയ പുതിയ ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഷാനവാസ് അനീഷിന്റെ പുറകെ നടന്ന് അനീഷിനെ ചൊറിഞ്ഞ് ഇതുണ്ടാക്കുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അനീഷ് അവിടെ ഷാനവാസിനും പ്രത്യേകിച്ച് പറയാൻ ഗെയിം ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, പുള്ളി വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വേറെ ആർക്കും അവിടെ ഗെയിം ഇല്ല. അവിടെ ജിസേൽ അനുമോൾ എന്നൊരു ഗെയിമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ വല്ലതും കിട്ടുവാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പാനി, അക്ബർ, രണ, ഈ ബിന്നി ഇങ്ങനെയുള്ള കുറെ പേര്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ അഭിയും ചേർന്നിട്ടുണ്ട്. അബി എന്തുവാ ചെയ്യുന്നതെന്ന് അബിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് അബിയെ കുറിച്ച് നമുക്ക് ഇവ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും ഇവർ ഈ അനുമോളോട് കാണിക്കുന്ന ഈ രീതി ഒരുപാട് പ്രേക്ഷകർ ഇപ്പം ഏറ്റെടുത്തു കഴിഞ്ഞു അനുമോളെ. അതിന് കാരണം ഈ പാവാട താങ്ങിയാൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊന്നും ഇവരുടെ കണ്ടന്റ് ആയിട്ടല്ല ഇതെല്ലാം പിടിക്കുന്നത്. ഇവരെല്ലാം ജിസേലിന് വേണ്ടിയാണ് അനുമോളെ ഇതുപോലെ ഹരാസ് ചെയ്യുന്നത്. അത് മൊത്തവും ഈ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അനുമോൾ ഒരു സ്റ്റാറായി വളരുന്നു, ഒരു ബിഗ് ബോസിന്റെ റാണിയായി വളരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഇത്രയും പറയുമ്പോൾ എന്റെ അനുമോളുടെ PR എന്നെ ആക്കുമെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയേണ്ടത് പറയും. എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ ഇത്രയും പേര് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടോണ്ടിരിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ ഒരിക്കലും അനുമോൾ ഫേക്ക് ആണെന്ന് ഞാൻ പറയത്തുമില്ല. അനുമോളുടെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണ്. മറിച്ച് ഇനിയിപ്പോ അനുമോൾ തെറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അനുമോളെ ഇങ്ങനെ വട്ടം ചുറ്റി ആക്രമിക്കുന്നത് എനിക്കെന്തോ അതൊരു ഫെയർ ഗെയിമായിട്ട് അതൊരു നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്റെ സപ്പോർട്ട് അനുമോൾക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.